പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം തടസ്സപ്പെട്ടപ്പോൾ MR അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നാണ് മന്ത്രിയുടെ മൊഴി. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്തയാഴ്ച MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനോടാണ് മന്ത്രി കെ രാജൻ മൊഴി നൽകിയത്. മന്ത്രിയുടെ മൊഴിയുടെ വിവരങ്ങൾ ഇങ്ങനെ: പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിലും നേരിട്ടും സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതലയുണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. അജിത് കുമാറിന്റെ മൊഴി അടുത്തയാഴ്ച രേഖപ്പെടുത്തും. മൊഴി നൽകിയെന്ന് മന്ത്രി കെ രാജൻ സ്ഥിരീകരിച്ചു. മൊഴി കൊടുത്തു എന്നുള്ളതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. സർക്കാർ നയപരമായ തീരുമാനമെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നയപരമായ തീരുമാനമെടുക്കുക, തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കാണുന്നത്. വിവാദങ്ങളിൽ ADGPയുടെ പേരുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അപ്പോൾ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം.